ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കരിയർ ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അലൈഡ് ഹെൽത്ത് സയൻസിന്റെ കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഏകദേശം നമുക്കൊരു 15ഓളം കോഴ്സുകൾ നമുക്ക് അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്നുണ്ട്. BSc നഴ്സിംഗ് പോലെ തന്നെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സുകളാണ് നമ്മുടെ AHS കോഴ്സുകൾ വരുന്നത്. അതിൽ നമ്മൾ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ, അതായത് എയിംസ്, അതുപോലെ ജിഗ്മ പോലുള്ള യൂണിവേഴ്സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 15ലധികം കോഴ്സുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിലും BSc OT and AT, അതുപോലെ MIT, MLT, ഇതെല്ലാം നമുക്ക് ബാച്ചിലർ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളാണ്. അതുപോലെ പ്രൊഫഷൻ ടെക്നോളജി, കാർഡിയോവസ്കുലർ ടെക്നോളജി, കാർഡിയോ കെയർ ടെക്നോളജി, അതുപോലെ റെസ്പിറേറ്ററി ടെക്നോളജി, നമുക്ക് ഡയാലിസിസ് ടെക്നോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ, ന്യൂറോ സയൻസ്, അതുപോലെ തന്നെ പ്രൊഫഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, ഇതെല്ലാം നമുക്ക് ബാച്ചിലർ കോഴ്സുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള മറ്റൊരു കോഴ്സാണ് BASLP എന്ന് പറയും, അതായത് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. ഇത് നമ്മുടെ അലൈഡ് ഹെൽത്ത് സയൻസിന് കീഴിൽ വരുന്ന ഒരു കോഴ്സാണ്. അതുപോലെ ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ഇതെല്ലാം നമുക്ക് എമർജൻസി മെഡിസിൻ, ഇതെല്ലാം നമുക്ക് വരുന്നത് അലൈഡ് ഹെൽത്ത് സയൻസിന് കീഴിലാണ്. എല്ലാ കോഴ്സും അതിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കോഴ്സുകളെ പറ്റിയിട്ട് നമുക്ക് ഏതൊക്കെയാണ് ഇതിന് വരുന്ന സാലറി, അതുപോലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് വരുന്നത്, ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് നോക്കാം. ഇതിൽ BSc OT and AT കോഴ്സ് ഏതാണെന്ന് നോക്കാം. നമുക്ക് BSc OT AT കോഴ്സ് എന്ന് പറയുന്നത് 4 ഇയർ കോഴ്സാണ്. നമ്മൾ അലൈഡ് ഹെൽത്ത് സയൻസ് എല്ലാ കോഴ്സുകളും തന്നെ 4 ഇയർ കോഴ്സാണ്. BSc കോഴ്സുകൾ അതിൽ 3 ഇയേഴ്സ് ഇതിലെ കോഴ്സിൻ്റെ തിയറി പോർഷൻസും 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിലെ ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. നമുക്ക് തിയറി കൂടെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽസ് നമുക്ക് വരുന്നുണ്ട്, പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് OT and AT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ടെക്നീഷ്യൻ ആൻഡ് അനസ്തീഷ്യ ടെക്നീഷ്യൻ എന്നാണ്. അതായത് അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ രോഗികളെ പരിചരിക്കുന്നതല്ല, നമുക്കത് ഡോക്ടർ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വരുന്ന ഡ്യൂട്ടി. ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും നമുക്ക് വരുന്ന ഡ്യൂട്ടി. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അനസ്തീഷ്യ ചെയ്യുന്ന സമയത്തും അതുപോലെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും ഡോക്ടർ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് OT and AT ടെക്നീഷ്യൻ്റെ വർക്ക് വരുന്നത്. നമുക്ക് അടുത്ത കോഴ്സ് BSc MIT, ഇതുപോലെ തന്നെ കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സാണ് BSc MIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, 2-3 വർഷം മുൻപ് ഈ കോഴ്സ് BSc MRT എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് റേഡിയോളജി ടെക്നോളജി എന്നായിരുന്നു. അത് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നതാണ് നമ്മുടെ BSc MIT എന്ന് പറയുന്നത്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. നമുക്ക് സ്കാനിങ് സെൻറ്റേഴ്സിലായിരിക്കും വർക്ക് വരുന്നത്, അതായത് MRI സ്കാൻ, അതുപോലുള്ള സ്കാനിങ് സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് ജോലി വരുന്നത്. ഹൈ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്, 4 ഇയർ കോഴ്സ് തന്നെയാണ് BSc MIT വരുന്നത്. BSc MLT ആണ് അടുത്ത കോഴ്സ് വരുന്നത്, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ. അത് ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. ഈ കോഴ്സ് 4 ഇയർ കോഴ്സ് തന്നെയാണ്. അതിൽ പേരിൽ തന്നെ ഉണ്ട്, ലാബിലായിരിക്കും അതിൻ്റെ വർക്ക് വരുന്നത്. സാലറി കമ്പാരിറ്റീവ്ലി കുറച്ച് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും, എങ്കിലും നല്ല ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് BSc MLT എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ എല്ലാ കോഴ്സും ഒരുപോലെ തന്നെയാണ്. ലാബിലായിരിക്കും ഇവർക്ക് വർക്ക് വരുന്നത്, നമ്മളുടെ ബ്ലഡ്, യൂറിൻ പോലത്തെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട വർക്കുകളായിരിക്കും വരുന്നത്. ഒരുപാട് കോളേജുകൾ നമ്മുടെ കേരളത്തിന് പുറത്തും ഈ കോഴ്സ് അവൈലബിൾ ആണ്. അടുത്തൊരു കോഴ്സാണ് നമുക്ക് BSc റെനിയൽ ഡയാലിസിസ് ടെക്നോളജി, അതായത് RDT എന്ന് പറയും. ആ പേരിൽ തന്നെ ഡയാലിസിസ് ആണ് അതിന് വരുന്നത്, അതായത് ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിരിക്കും. നമുക്ക് കിഡ്നി പേഷ്യൻസിനൊക്കെ ഡയാലിസിസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് അവർക്ക് വരുന്നത്. നെക്സ്റ്റ് ഒരു കോഴ്സാണ് നമ്മുടെ BSc റെസ്പിറേറ്ററി എന്ന് പറയും, റെസ്പിറേറ്ററി ടെക്നോളജി. നമ്മുടെ ശ്വാസകോശം ബന്ധപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ റെസ്പിറേറ്ററി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അതായിരിക്കും അവരുടെ ഡ്യൂട്ടീസ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള മറ്റൊരു കോഴ്സാണ് BSc കാർഡിയോവസ്കുലർ ടെക്നോളജി എന്ന് പറയും. നമുക്ക് കാർഡിയോ കെയർ ടെക്നോളജി അതുപോലെ തന്നെ വരുന്നുണ്ട്. ഈ കാർഡിയോ കെയർ ടെക്നോളജിയുടെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് കാർഡിയോവസ്കുലർ ടെക്നോളജി. ഈ അലൈഡ് ഹെൽത്ത് സയൻസിൽ തന്നെ ഏറ്റവും അധികം ഫീസ് വരുന്ന ഒരു കോഴ്സും കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ അവർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ സാലറി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന് ഏറ്റവും കൂടുതൽ ഫീസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ ഈ കോഴ്സ് കാർഡിയോവസ്കുലർ ടെക്നോളജി ഉണ്ടാവുള്ളൂ. ഇതിന് താഴെ വരുന്ന ഒരു കോഴ്സാണ് കാർഡിയോ കെയർ ടെക്നോളജി. രണ്ട് കോഴ്സിനും പഠിക്കാനുള്ള ഏകദേശം സെയിം തന്നെയാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് CVT പഠിക്കാൻ വരും. കുറച്ചും കൂടി കാർഡിയോ കെയറിനായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്ന് പറയാം. നമുക്ക് കാർഡിയോവസ്കുലറും കാർഡിയോ കെയറിലൊക്കെ വരുന്നത് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം പോലുള്ള വർക്കുകളായിരിക്കും വരുന്നത്. അതായത് ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള വർക്കായിരിക്കും ഇവർക്ക് വരുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ അസിസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആയിരിക്കും ഒരു കാർഡിയോവസ്കുലർ ടെക്നീഷ്യന് അല്ലെങ്കിൽ ഒരു കാർഡിയോ കെയർ ടെക്നീഷ്യന് ഡ്യൂട്ടി വരുന്നത്.
കേരളത്തിൽ ഒത്തിരി കാണപ്പെടുന്ന ഇതുപോലെ MLT പോലെ തന്നെ മറ്റൊരു കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയും. പേരിൽ തന്നെയാണ് നമ്മളുടെ കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈ ഹോസ്പിറ്റലായിരിക്കും വർക്ക് വരുന്നത്. ഒരുപാട് കോളേജുകളിലും അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജസിലൊക്കെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. BSc ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി BSc MLT പോലെ തന്നെ അതിൻ്റെ കുറച്ച് നമ്മളുടെ സാലറി കുറവായിരിക്കും മറ്റുള്ള കോഴ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കോഴ്സ് തന്നെയാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഒരു കോഴ്സാണ് നമ്മുടെ BSc പ്രൊഫഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ് പ്രൊഫഷൻ ടെക്നോളജിസ്റ്റിന് വരുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന യന്ത്രങ്ങൾ, അതായത് മെഷീൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഒരു പ്രൊഫഷൻ ടെക്നോളജിസ്റ്റിന് വരുന്നത്. വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. മറ്റ് ജോലിയെ പോലെ അല്ല, കുറച്ചും കൂടി ഇതിന് റെസ്പോൺസിബിലിറ്റി കൂടും. എല്ലാ ഹോസ്പിറ്റൽസിലും ഒരു പ്രൊഫഷൻ ടെക്നോളജിസ്റ്റിന് ആവശ്യമില്ല. വലിയ വലിയ മെഡിക്കൽ കോളേജുകൾ അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും ഒരു പ്രൊഫഷൻ ടെക്നോളജിസ്റ്റിന് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാലറി വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു സാലറി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് BOT എന്ന് പറയുന്നത്, അതായത് ബാച്ചിലർ ഓഫ് ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ്. നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നമ്മൾ പോയി കാണാം. അതുപോലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ പോയി സമീപിക്കും. ഈ രണ്ട് വർക്കും കൂടി, അതായത് ഫിസിക്കലി മെൻ്റലി ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചികിത്സാ രീതിയാണ് നമ്മളൊരു ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. വളരെയധികം ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. പക്ഷെ നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസ് അവൈലബിൾ അല്ല. വലിയ വലിയ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് ഈ ഒരു വാക്കൻസി ഉണ്ടാവുള്ളൂ. പ്രൊഫഷൻ ടെക്നോളജിസ്റ്റ് പോലെ തന്നെ വളരെ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. പക്ഷെ അതിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. കാരണം ഒരുപാട് നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ ഒരു OTAT എന്ന് പറയുമ്പോൾ നമ്മളൊരു 8-9 ആളുകളൊക്കെ ഒരു ഹോസ്പിറ്റൽ ആവശ്യമാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന BOT എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ 2-3 പേരെ മാക്സിമം ഉണ്ടാവുള്ളൂ. അത്യാവശ്യം വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ 3 പേര് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നോക്കുക. പക്ഷെ ഹൈ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. കാരണം നല്ല സാലറിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കോഴ്സ് കൂടിയാണ് BOT എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കോഴ്സാണ് BASLP എന്ന് പറയും, അതായത് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ കേൾവി വൈകല്യങ്ങളെയും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാനുള്ള വൈകല്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു പഠന രീതിയാണ് നമ്മുടെ BSLP വരുന്നത്. വളരെ റെയർ ആയിട്ടുള്ള കോളേജിൽ മാത്രമേ ഈ കോഴ്സ് വരുന്നുള്ളൂ. വലിയ വലിയ മെഡിക്കൽ കോളേജിൽ മാത്രമേ വരുന്നുള്ളൂ. വളരെ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് നമ്മുടെ BSLP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയും. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ഫിസിഷ്യൻ അസിസ്റ്റ് ചെയ്യുക, നമ്മൾ ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് വരുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിന് ഹൈ സാലറിയോട് കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. നോർമലി നമ്മുടെ മെഡിക്കൽ കോഴ്സുകളൊക്കെ കേരളത്തിന് പുറത്തായിരിക്കും നല്ല സാലറി ഒക്കെ വരുന്നത്. പക്ഷെ നമ്മുടെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ബേസിക് സാലറി 60,000 തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു കോഴ്സാണ്. നമ്മളെ എപ്പോഴും കാണുന്നത് പോലെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ അസിസ്റ്റ് ചെയ്യാൻ എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരിക്കും. ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതാനും അതുപോലെ മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ഈ രോഗികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഡോക്ടർ കൂടുതൽ അസിസ്റ്റ് ചെയ്യാൻ ആളുണ്ടാവാറുണ്ട്. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡ്യൂട്ടിയാണ് നമ്മളൊരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു കോഴ്സാണ്. ഭാവിയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സ് നമുക്ക് ഏകദേശം ഒരു 4 വർഷമേ ആയിട്ടുള്ളൂ. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് നമ്മൾ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. മറ്റൊരു കോഴ്സാണ് ന്യൂക്ലിയർ മെഡിസിൻ. BSc ന്യൂക്ലിയർ മെഡിസിൻ അലൈഡ് ഹെൽത്ത് സയൻസ് വരുന്ന കോഴ്സാണ്. നമ്മളത് റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലെ അവയവങ്ങളെ പഠിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പഠന രീതിയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ കണ്ടെത്തുന്നത് ഇതിലാണ്. ക്യാൻസർ അതുപോലെ തന്നെ ഹേർട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ കണ്ടെത്തുന്നത് ഇതിലാണ്. വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മളുടെ ഇതുപോലെ PET സ്കാൻ അതുപോലെ ഗാമ ക്യാമറ ഒക്കെ ഇതിനാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നല്ല സാലറി ഉള്ള ഒരു കോഴ്സും കൂടിയാണ് ന്യൂക്ലിയർ മെഡിസിൻ. വളരെ റെയർ ആയിട്ടുള്ള കോളേജുകൾ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു വർഷം ഇറങ്ങുന്ന സ്റ്റുഡൻസിന് വളരെ കുറവാണ്. വലിയ വലിയ ക്യാൻസർ ഹോസ്പിറ്റൽസിൽ അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും ഇവർക്ക് വരുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കോഴ്സാണ് ന്യൂറോ സയൻസ്. BSc ന്യൂറോ സയൻസ് എന്ന് പറയും. ആ പേരിൽ തന്നെ ഉണ്ട് നമ്മളുടെ തലച്ചോറിലെ തകരാറുകൾ അതുപോലെ ഉറക്കമില്ലായ്മ, സ്ട്രോക്ക് തുടങ്ങിയൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങളെ പ്രവർത്തിക്കുക എന്നതാണ് ഒരു ന്യൂറോ സയൻസ് പഠിച്ചൊരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത്. വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലി തന്നെയാണ്.
റെയർ ആയിട്ടുള്ള കോഴ്സാണ്, കുറച്ച് കോളേജുകളിൽ മാത്രമേ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സാലറി ആയിരിക്കും ഈ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, ജോലി 100% ഷുവർ ആയിരിക്കും. മറ്റൊരു കോഴ്സാണ് BSc എമർജൻസി മെഡിസിൻ എന്ന് പറയും. ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു എമർജൻസി സിറ്റുവേഷൻസിലായിരിക്കും അവർക്ക് ജോലി വരുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ, ഒരു കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു എമർജൻസി റൂമിലായിരിക്കും അവർക്ക് വർക്ക് വരുന്നത്. അതിലേക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ടൊരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ അവരെ നോക്കുന്ന ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുക എന്നൊരു വർക്കാണ് ഒരു എമർജൻസി മെഡിസിൻ പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കോഴ്സുകൾ നമ്മളുടെ അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്നുണ്ട്. പണ്ട് കാലത്ത് നമുക്കൊരു BSc നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ പേരിലായിരുന്നു ഇതിലെ എല്ലാ BSc നഴ്സിംഗ് പഠിച്ച സ്റ്റുഡൻസിനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അയക്കുക എന്നുള്ളതായിരുന്നു പണ്ടുള്ള കാലങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നമുക്കൊരു 4-5 വർഷങ്ങളായിട്ട് നമ്മൾ അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശാഖ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരികയും അതിലേക്ക് സെപ്പറേറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതത് പഠിച്ച സ്റ്റുഡൻസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അതിൽ മാത്രമായിരിക്കും, ഒരു എമർജൻസി മെഡിസിൻ ആണെങ്കിൽ ആ ഒരു എമർജൻസിയിൽ മാത്രമായിരിക്കും അവർക്ക് ഡ്യൂട്ടീസ് വരുന്നത്. കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു BSc നഴ്സ് പോലെ നമുക്ക് ഒത്തിരി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവരവർക്ക് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് എന്താണോ അത് മാത്രമായിരിക്കും അലൈഡ് ഹെൽത്ത് സയൻസ് വരുന്നത്. നഴ്സിംഗ് പോലെ തന്നെ ഡിമാൻഡുള്ള കോഴ്സും അതുപോലെ തന്നെ ഹൈ സാലറിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതും കേരളത്തിന് പുറത്തും നല്ല ഡിമാൻഡുള്ള കോഴ്സുകളാണ്. ഇനിയും കോഴ്സുകൾ നമുക്ക് വരുന്നുണ്ട്. കുറച്ച് കോഴ്സുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ ഡൗട്ട്സോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.